ഹലോ, വെൽക്കം ടു മോംസ് റുട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഇതിന് മുന്നേയുള്ള എൻ്റെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോസാണ്. പിന്നെ നമ്മൾ നാടൻ കൂട്ടാനിട്ടാ നമ്മളെ തൊടിയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതും കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ക്ലീനിങ്ങിൻ്റെ എല്ലാതും കാണിക്കുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ അല്ലേ വരുന്നത്, നമ്മളെ വീടും മനസ്സും തൊടിയൊക്കെ എല്ലാതും ഒന്ന് ക്ലിയർ ആക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവായിരിക്കും നമുക്ക്. മാസത്തിലൊരു ദിവസം നമ്മൾ ക്ലീനിങ്ങിനായിട്ട് കാണട്ടെ, നല്ല ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട്. നമ്മളെ വീട്ടിലൊരു പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വീട് നല്ല ക്ലിയർ ആയി കഴിഞ്ഞാൽ തന്നെ ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവും കേട്ടോ. നല്ല നമ്മൾ വൃത്തി ഈമാൻ്റെ പകുതിയാണ് കേട്ടോ നമ്മളെ. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ക്ലിയർ ആക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ക്ലീൻ ആക്കിയിട്ട് എല്ലാം ഒന്ന് മാറ്റി ഇടണം എനിക്ക്. എന്നാൽ എനിക്കൊരു നല്ലൊരു മനസ്സിന് നമുക്കൊരു സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ക്ലിയറായി കിടക്കുന്ന ഒരു ഇത് കണ്ടാൽ തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് കാണുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസുകളിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യൽ. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാതെ ആരും പോവരുത്. വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നിങ്ങളാണ് എൻ്റെ വീഡിയോസിൻ്റെ സപ്പോർട്ട് ഇട്ടാൽ എൻ്റെ ഫാമിലിയിലോ വേറെ അവിടെ ഞാൻ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനൊന്നും പറയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും ഒന്ന് സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതാണ് ഏറ്റവും വലിയ ഹാപ്പി ട്ടാ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഡീപ്പ് ക്ലീനിങ്ങിന് നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ നമ്മൾ കറിക്ക് എന്ത് ചെയ്യുമെന്ന് കരുതിയപ്പോൾ ഒന്ന് മീനും കാര്യമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വീട്ടിൽ നമ്മൾ പറമ്പിലുണ്ടായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഒന്ന് കൂട്ടാനാക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ ഇവിടെ പറമ്പിൽ ഒരുപാട് ഓർക്കാപ്പുളി ഉണ്ടായിട്ടുണ്ട്. നമ്മളിവിടെ ഓർക്കാപ്പുളി എന്ന് പറയട്ടെ, ഇരുമ്പാമ്പുളി എന്നൊക്കെ പറയുന്നുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ ഓർക്കാപ്പുളി എന്നാണ് പറയുക. അപ്പോൾ അത് കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇനി പൊട്ടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ട് ഒക്കെ കുറച്ച് കൂടുതൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എന്താ നമ്മൾ മുളക് ആട്ട പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ മുളകും കുറച്ച് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മുളകിൻ്റെ ഇല ഒരുപാട് ഉണ്ട്. ഒരു 5-6 തൈകൾ ഞാൻ ഒരുമിച്ച് ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ മുളകിൻ്റെ ഇലകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ ഓർക്കാപ്പുളി വെച്ചിട്ടൊരു നാടൻ കറിയും പിന്നെ നമ്മൾ മുളക് പൊരിച്ചെടുക്കാമെന്ന് ഇതിൻ്റെ ഈ മുളക് പൊരിച്ചാൽ നല്ല ടേസ്റ്റാട്ടാ. അപ്പോൾ അതും പിന്നെ മുളകിൻ്റെ ഇല ട്ടാ. ഈ മുളകിൻ്റെ ഇല വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും കൂട്ടാനുണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എല്ലാവരും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ മുളകിൻ്റെ ഇലയും നമ്മൾ ചക്കക്കുരും കൂടിയാണ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക, താളിപ്പ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാട്ടാ. നമ്മൾ മറ്റുള്ള ഇലകളിനെക്കാട്ടും ഒന്നുകൂടിയും ടേസ്റ്റാണ് ഈ ഇല വെച്ചിട്ട് താളിക്കുമ്പോൾ. ഓർക്കാപ്പുളി നടുകെ കീറിയിട്ട് അതും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ വെന്ത് വരുമ്പോഴേക്കും ഞാൻ തേങ്ങ കൂടി ശരിയാക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചിരകിയത് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, നമ്മൾ ഒരു 5-6 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നല്ല ഓർക്കാപ്പുളിയും പച്ചമുളകും ഈ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. നല്ല ഒന്ന് അത്യാവശ്യം സോഫ്റ്റായിട്ട് വരണം. അതിലേക്ക് ഞാൻ എന്നിട്ട് നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒന്ന് പതച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണക്കച്ചെമ്മീൻ വറുത്ത് പൊടിച്ച് വെച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇവിടെ നമ്മൾ മലപ്പുറത്ത് ഈ കറി എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ചോറിൽ കുഴച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് താളിച്ചെടുക്കണം കൂടി ഉണ്ട്. കുറച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് താളിക്കുകയാണ്. വേഗം തന്നെ കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇന്ന് ക്ലീനിങ്ങിന് നിൽക്കാൻ. അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ പെട്ടെന്ന് നിൽക്കണമല്ലോ. അല്ലെങ്കിൽ ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാകെ പരന്ന് കിടക്കുമ്പോൾ എന്തോ ഒരു ടെൻഷനാണ്. അപ്പോൾ അത് വേണ്ടാന്ന് കരുതിയിട്ട് രാവിലെ തന്നെ വേഗം കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്നതാണ്. നമ്മൾ കറിയും നമ്മൾ അടുക്കളൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് റെഡി ആക്കി കഴിഞ്ഞാൽ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ കുളിച്ചിട്ട് അപ്പോൾ അത് നമുക്കൊരു ആശ്വാസമാണല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോൾ ക്ലീനിങ്ങിനായാലും എന്ത് പണിക്ക് കൂടുതലുണ്ടെങ്കിലും നിൽക്കുകയാണെങ്കിലും ഞാൻ ആദ്യം കുക്കിംഗ് കണ്ട് തീർക്കലാണ്. പിന്നെ നമുക്ക് ടയേർഡായി കഴിഞ്ഞാൽ ചെയ്യാനുള്ളൊരു മടി വരും. അപ്പോൾ ഇതാ ഞാനിനി നമ്മളെ മുളകിൻ്റെ ഇലയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് മുളകിൻ്റെ ഇല ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ കൂട്ടാനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ മുരിങ്ങയില ഒക്കെ ചക്കക്കുരു ഇട്ടിട്ട് താളിക്കുമല്ലോ, അതേപോലെ താളിച്ചെടുക്കാനാണ്.
പിന്നെ മുളക് നമ്മളൊന്ന് കീറി കൊടുത്തിട്ട് അതിൽ ഉപ്പ് കൂടി തേച്ചിട്ട് പൊരിച്ചെടുക്കട്ടെ. അത് കൂടുതൽ എരിവില്ലാത്തൊരു ടൈപ്പ് മുളകാണ്. അപ്പോൾ അത് എന്നാൽ അത്യാവശ്യം എരിവുണ്ട്. നമുക്ക് ചോറിൽ കുഴച്ച് കഴിക്കാൻ നല്ല രസമാണ് ഈ മുളക്. അപ്പോൾ അത് ഞാൻ പൊരിച്ചെടുക്കണം കൂടി ഉണ്ട്. പിന്നെ എനിക്കും കുട്ടികൾക്കും ഈ കൂട്ടാനുകൾ ഇഷ്ടമാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതല്ലേ എന്ന് കരുതിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചെറുത് എൻ്റെ മോന് എല്ലാതും എന്തുണ്ടാക്കിയാലും അവനക്ക് കണക്കാം. അവനക്കൊരു മുട്ട പൊരിക്കണം, അല്ലെങ്കിൽ ചിക്കൻ പൊരിക്കണം, ഇതാണ് അവൻ്റെ ഇതിട്ട. അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് പൊരിക്കുക, ഇങ്ങനത്തെ പൊരിക്കലുകളാണ് അവൻ്റെ ഇത് ചോറിനുള്ളത്. അപ്പോൾ അവനെ ഇനിയിപ്പോൾ കണക്കാക്കിയിട്ട് കാര്യമില്ല, എന്തായാലും അവനക്ക് കണക്കാണ്. പിന്നെ ബിരിയാണി, നമ്മളെ ചിക്കൻ വെച്ചുള്ള പരിപാടികളൊക്കെ അവനക്ക് ഇഷ്ടമുള്ളൂ. ഒന്ന് റെഡിയാക്കി എടുക്കണം, മീനും വെജിറ്റബിൾസൊക്കെ കൊടുത്തിട്ട് എന്നുള്ള കരുതുണ്ട്. അപ്പോൾ മുളക് ഞാൻ പൊരിച്ചെടുത്തിട്ടും കൂടി ഉണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ ചട്ടിയിൽ തന്നെ അതിൽ നമ്മൾ ഇനി ചെറിയ ഉള്ളി കുറച്ച് കട്ട് ചെയ്തിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചക്കക്കുരു ആണ്. ചക്കക്കുരു നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കുത്തിയിട്ട് ഇങ്ങനെ ചതച്ചെടുത്തതാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചക്കക്കുരു കുറച്ച് നേരം വെന്തതിന് ശേഷമാണ് നമ്മൾ ഇല ഇട്ട് കൊടുക്കേണ്ടത്. അത്യാവശ്യം വേവ് ചക്കക്കുരുവിനുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ ഇല ഇട്ട് കൊടുക്കുക. എന്നാലാണ് ഈ ചക്കക്കുരും ഇലയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുള്ളൂ. ഈ ഇല എന്നിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചീരകളുടെ ആ ഒരു വേവ് തന്നെയാണ് ഈ ഇലക്കുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇല നന്നായിട്ട് സോഫ്റ്റായിട്ട് നമ്മൾ ചക്കക്കൂരൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിടാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് കഞ്ഞിവെള്ളത്തിലും വേണമെങ്കിൽ താളിച്ചെടുക്കാം കേട്ടോ, അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ റെഡിയായി കിച്ചൺ ഒന്ന് നേരാക്കിയിട്ടിട്ടുണ്ട്. ഇനി ഞാനിതാ ക്ലീനിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വിരുന്നുകാർ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതായാലും എനിക്ക് ഒക്കെ ഒന്ന് മാറ്റി ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവുമായിട്ട് തോന്നും കേട്ടോ. പിന്നെ സാധാരണ ആരും വരുന്നില്ലേ എന്നുണ്ടെങ്കിലും എന്തായാലും ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കലുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും ഒന്ന് തട്ടിക്കൂട്ടി നമ്മൾ ഈ കർട്ടൻസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനലിൻ്റെ പൊളി ഇങ്ങനെ തുറക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നല്ല മാറാലും കാര്യങ്ങളൊക്കെ കെട്ടിക്കിടക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധയിൽ പെടില്ല. അങ്ങനെ ചെറിയ ചെറിയ മാറാലുകളായിരിക്കും നമ്മൾ കാണാത്തതായിരിക്കും ജനലിൻ്റെ മുകളിൽ. അങ്ങനെ പൊടിയും കാര്യങ്ങളും മാറാലകളൊക്കെ പിടിച്ച് കിടക്കുമ്പോഴാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക. നമ്മൾ നനച്ചുള്ളിപ്പണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ സോഫേൻ്റെ ഒരു സൈഡ് നമ്മൾ റിപ്പയറിങ്ങിനായിട്ട് കൊണ്ടായിക്കട്ട ഒരു പോർഷന്. അപ്പോൾ അത് ചെറിയൊരു ഇളക്കമായി തോന്നിയപ്പോൾ ഞാനത് റിപ്പയറിങ്ങിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ജനലൊക്കെ ഞാൻ തട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഒരു ടൈപ്പ് മാറാലുണ്ടല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ ഈ ജനലിൻ്റെ കമ്പിൻ്റെ ഇടകളിലൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അതും പിന്നെ പൊടികളും ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് നമ്മൾ ഇടയ്ക്ക് തട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജനലിൻ്റെ മുകളിൽ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. ജനലിൻ്റെ മുകളിൽ അങ്ങനത്തെ പൊടി മാറാലൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ബ്രഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ തട്ടി ഇട്ടിട്ട് നമ്മൾ ജനൽ ഒക്കെ ഒന്ന് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു 1-2 മാസത്തിന് പിന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും. പിന്നെ 1 മാസമോ അല്ലെങ്കിൽ 1.5 മാസമോ അല്ലെങ്കിൽ 2 മാസത്തിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ താഴെ ഒരു ദിവസവും പിന്നെ മുകളിൽ ഒരു ദിവസമായിട്ടാണ് നിൽക്കലിട്ട്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യലില്ല. മുകളിലും ഇതുപോലെ തന്നെ 2 റൂമും ഒരു ചെറിയ ഹോളൊക്കെയാണ് ഉള്ളത്, ബാൽക്കണിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തെ യൂസേജ് ഇപ്പോൾ നമുക്ക് മുകളിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അധികം പ്രശ്നം അവിടെ ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കാണുമ്പോൾ ഒന്നുമില്ല, പൊടിയില്ല, നല്ല വൃത്തിയുണ്ടെന്നൊക്കെ തോന്നിട്ട് നമുക്ക് ദൂരത്തുനിന്ന് നോക്കുമ്പോൾ. എന്നാൽ നമ്മൾ അടുത്ത് പോയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പറകോളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും പൊടികളും മാറാലകളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധയിൽ പെടില്ല. പിന്നെ ഫാനിൻ്റെ മുകളിൽ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഫാനിൻ്റെ മുകളിൽ പൊടി മാറാലയും പിടിച്ചിട്ടുള്ളത് ഫാനിൻ്റെ മുകളിലാണ്. അപ്പോൾ അത് ഏത് നേരം യൂസ് ചെയ്യുന്ന ഒരു ഫാനാണ്. അപ്പോൾ വൈറ്റ് കളറും കൂടി ആയി കഴിഞ്ഞാൽ നന്നായിട്ട് പൊടി മാറാലൊക്കെ അറിയും. അപ്പോൾ ഞാനത് മാറാല ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. കഴിഞ്ഞ് നമ്മളൊന്ന് തുടച്ചെടുക്കും കേട്ടോ. അപ്പോഴാണ് നല്ല വൃത്തിയുള്ള ക്ലീന് നല്ല വൈറ്റ് കളർ ആയി കിട്ടുള്ളൂ. പിന്നെ എന്താ ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് മാറാല തട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ മാറാല കാര്യമായിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഫാനുകളുടെ മുകളിലാണ് കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ ഫാനുകൾ ഒരു മാസത്തിലൊക്കെ നമ്മൾ ഒന്ന് തട്ടിയിട്ട് തുടച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അലർജി കാര്യമുള്ളവർക്കൊക്കെ ഫാൻ AC ഒക്കെ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം.
മാറാലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എല്ലാ ഭാഗവും ഒന്ന് മാറാല തട്ടി വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഇങ്ങനെയുള്ള ബോക്സുകളുടെ ഉള്ളിലൊക്കെ ഇതുപോലെയുള്ള ചെറിയ ബ്രഷ് വെച്ചിട്ടാണ് തട്ടി കൊടുക്കൽ. അപ്പോൾ എല്ലാവരും ക്ലീനിങ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് കരുതുന്നു. ക്ലീനിങ് നമ്മൾ തുടക്കണതിനെക്കാട്ടി മെയിനായിട്ട് നമ്മൾ നല്ല വൃത്തി പോലെ അടിച്ചിട്ട് തട്ടി കൊട്ടിയിട്ട് അടിച്ചൊരു വൃത്തിയാക്കിയിടൽ. പിന്നെ കട്ടിൻ്റെ അടിയിലൊക്കെ പ്ലെയിൻ ആക്കിയിട്ട് കട്ടിൻ്റെ അടിയിലൊക്കെ നമ്മൾ തുടക്കണം കേട്ടോ. അടിച്ച് വരും തുടക്കമൊക്കെ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്ലെയിൻ ആക്കിയിടണം. എല്ലാ ഭാഗവും പ്ലെയിൻ ആക്കിയിടുക. അപ്പോഴാണ് നമുക്ക് വൃത്തിയാക്കാൻ ഈസിയുള്ളൂ. ഇനി ഞാൻ റൂമിലും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ റൂമുകളും. അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും പുതിയ ബെഡ്ഷീറ്റുകൾ ഇങ്ങനെ ഇടുമ്പോൾ പുതിയതെന്നല്ല, നമ്മൾ ബെഡ്ഷീറ്റുകൾ ഇങ്ങനെ മാറി മാറി ഇടുമ്പോൾ നല്ല രസമല്ല കാണാൻ. പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചുകളൊക്കെ നമുക്ക് എപ്പോഴും കൊണ്ടുവരാം കേട്ടോ. പ്ലാൻസുകൾ മാറ്റി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗം നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. പോർഷൻ അങ്ങോട്ട് കൊണ്ട് മാറ്റി കൊടുക്കുക. അപ്പോഴൊക്കെ ഒരു രസമാകും. ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിങ്ങനെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട് നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകട്ടെ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ചോദിക്കാൻ ആരും വരില്ലല്ലോ. അപ്പോൾ നമ്മളെ വീട്, നമ്മുടെ പരിസരം ഒക്കെ നമുക്ക് തന്നെ നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകാം. പിന്നെ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് അങ്ങോട്ട് കൊണ്ടൊക്കെ മാറ്റി കൊടുക്കുക. വീട്ടിൻ്റെ ഉള്ളിൽ പ്ലാന്റ്സുകൾ വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഭാഗവും പ്ലെയിൻ ആക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് എളുപ്പമായി കിട്ടും കേട്ടോ. നല്ല ഇതാണ്. കുറേ സാധനങ്ങൾ വീട്ടിൽ കൊടുന്ന് തള്ളരുതിട്ട്. നമ്മൾ സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിവാക്കി കൊടുക്കണം. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം നമ്മൾ വെക്കുക. അപ്പോൾ അത് അങ്ങനെ. പിന്നെ കയ്യിൽ നമ്മൾ കൂടുതൽ പെട്ടെന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ കയ്യെത്തുന്ന സ്ഥലങ്ങളിൽ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാത്ത സാധനങ്ങൾ മാറ്റി വെക്കുക. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടുക്കും ചിട്ടുള്ളൊരു വീടായിരിക്കും നമുക്കുള്ളത്. അപ്പോൾ ഇതാ ഞാൻ പിന്നെ ഇവിടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടിവിൻ്റെ മുകളിൽ ഞാൻ നനക്കാതെയാണ് ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നത്. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഞാൻ നനക്കാതെ തന്നെയാണ് ക്ലോത്ത് ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് പോകട്ടെ. അപ്പോൾ ഒന്ന് വൃത്തിയാണ്. നമ്മൾ ഏതായാലും ഒന്ന് പൊടി തട്ടി എടുത്തതല്ലേ. അപ്പോൾ ഒന്ന് തുടച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊടിയൊന്നും നമുക്ക് നോക്കിയാൽ കാണില്ല. പക്ഷേ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ പൊടിയായിട്ട് കാണും നമുക്ക്. അപ്പോൾ അത് വിട്ട് നിന്ന് നോക്കിയാൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചവിട്ടികളൊക്കെ ഒന്ന് മാറ്റട്ടെ. മാറ്റുകൾ ബാത്റൂമിൻ്റെ മുന്നിലുള്ളതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജ് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് അല്ല, ഫ്രിഡ്ജ് ഞാൻ ഇടയ്ക്ക് ചെയ്യലുള്ളതാണ്. ഞാൻ മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് കാണാം. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ വെജിറ്റബിൾസ് കൊണ്ടുവരൽ. ആ വെജിറ്റബിൾസ് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ എല്ലാതും മാറ്റിയിട്ട് ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണ് വെജിറ്റബിൾസ് ഞാൻ വെച്ചെടുക്കൽ കേട്ടോ. പഴയത് ആദ്യം എടുക്കാനുള്ളത് വേറെ മാറ്റി വെച്ച് പിന്നെ കൊടുക്കുന്നത് ഞാൻ അങ്ങനെ ആക്കി. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യല്. അല്ലെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഒരു ദിവസമല്ല, നമ്മൾ ഒരുപാട് പ്രാവശ്യം ദിവസത്തിൽ നമ്മൾ ഫ്രിഡ്ജ് തുറക്കുന്നുണ്ട്. കൂടുതൽ യൂസുള്ള ഭാഗമാണ്. അപ്പോൾ ഞാനിതാ മുകളിലും ഒക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് പോകുന്നുണ്ട്. നമ്മളിങ്ങനെ തുറക്കണതിൻ്റെ കലകളുണ്ടാവില്ല. അതുകൊണ്ട് ദിവസം പുറം ഭാഗം ഞാൻ തുടക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത് തുറക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് അടിച്ച് വാരി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ടൊന്ന് തുടച്ചും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഉള്ള സമയത്ത് 2-3-4 പ്രാവശ്യം ഞാൻ വെള്ളം മാറ്റിയിട്ട് തുടക്കലുണ്ട്. അപ്പോൾ ലൈസോളൊക്കെ ഇട്ടിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിരിക്കും നമ്മളെ ടൈലും കാര്യങ്ങളൊക്കെ. തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബെഡ്ഷീറ്റ് നമ്മൾ മാറ്റി കഴിഞ്ഞ സമയത്ത് തന്നെ വിരിച്ചിട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വീട്ടുകാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊരു ബോറല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് തന്നെ ബെഡ്ഷീറ്റും ഞാൻ വിരിച്ചിടലുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഉടനെ തന്നെ അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. അപ്പം നമുക്ക് മടി നമ്മളെ പിടിക്കില്ല. ആ ഒരു ഇൻട്രസ്റ്റിൽ തന്നെ നമുക്ക് എല്ലാ പണിയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാറ്റുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ പ്ലാന്റ്സൊക്കെ ഒന്ന് മാറ്റി കേടായിരിക്കണമെന്നല്ല, മാറ്റേണ്ടി വരുമെന്ന് തോന്നിയ പ്ലാന്റ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടോ. പിന്നെ ഇതേപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാകുമ്പോൾ ഈദും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്ലാന്റ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബെഡ്ഷീറ്റ് ആയാലും പ്ലാന്റ്സ് ആയാലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ഓരോന്നിനും പൊസിഷനൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊരു ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഈ പ്ലാന്റും ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ നമ്മൾ മാറ്റിയ മാറ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ കുളത്തിൽ പോവുകയാണ്. അപ്പോൾ കുളം വീട്ടിലുള്ള കാരണം കൊണ്ട് തന്നെ ഇങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഞാൻ അലക്കാനുള്ളതൊക്കെ ഞാൻ മെഷീൻ തന്നെ ഉണ്ടല്ലേ. പിന്നെ നമ്മളങ്ങനത്തെ മാറ്റുകൾ ഇതൊക്കെ നമ്മളെ തുടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കിച്ചണിൽ ഉപയോഗിക്കുന്നതൊക്കെ, അതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടിട്ടൊന്ന് നമ്മൾ കഴുകിയെടുക്കലാണ്. അപ്പോൾ നല്ല വൃത്തിയായി കിട്ടും. നല്ല വൃത്തിയുള്ള നല്ല ക്ലീന് വെള്ളാട്ട. അപ്പോൾ ഇക്കും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഇടയ്ക്ക് കുളിക്കലൊക്കെ ഉണ്ട്.
ഇപ്പോൾ വെയിലായി ഇപ്പോൾ നല്ല വെള്ളമൊക്കെ ഒന്ന് താന്നിട്ടുണ്ട്, നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുന്നിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നാണ്ട് കഴുകിയിട്ട് നമ്മൾ അവിടുന്ന് ചെയ്യണേക്കാട്ടി നന്നായിട്ട് ഊരിയെടുക്കാൻ നല്ല സുഖമാണ്. നമ്മൾ അലക്കണേക്കാട്ടിയും കൂടുതൽ ഇതിങ്ങനെ കുറേ നേരം വെച്ച് നമുക്ക് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ബാറ്റുകളും ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ കഴുകലുണ്ട്. നമ്മളെ ചൂല്, ബ്രഷ്, അപ്പോൾ മാറാല തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ആ മാറാല തട്ടി ഒന്നും കഴുകി വെക്കണം, നല്ല കേട്ടോ വൃത്തിയാക്കി വെക്കണത്. പിന്നെ ചൂല്, ഈ ബ്രഷ് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് കഴുകണം, നല്ലതാണ്. നമ്മൾ പിന്നെ അത് ഇട്ട് യൂസ് ചെയ്യുമ്പോൾ അതുമ്പോൾ പൊടിയോ ചളികളോ ഒന്നും ഉണ്ടാവില്ല, നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് കഴുകി കൊടുക്കുക. ഞാൻ ഈ ഡീപ്പ് ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ എപ്പോഴായാലും ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കലുണ്ട്. എന്നിട്ട് നമ്മൾ ഉണക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഉള്ളൊക്കെ കയറ്റലുള്ളൂ. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വൈകുന്നേരമായി. പിന്നെ കുട്ടികളൊക്കെ സ്കൂൾ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും കേട്ടോ, കുളിയൊക്കെ രാവിലെ കഴിഞ്ഞതാണ്. പിന്നെ ഞാൻ ഇതാ തുടക്കാൻ നിൽക്കണതിൻ്റെ മുന്നേ ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളെ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അലക്കാനുള്ളതൊക്കെ ഇട്ടിട്ട് ഞാൻ ഉണക്കിയിട്ടും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നല്ല വെയിലല്ല, അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിയിട്ടും കൂടി ഉണ്ട്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഞാൻ ഉള്ളിലേക്കൊന്ന് കൊണ്ടുപോയി വെക്കും കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ കുളിക്കുന്ന ദിവസം ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സൊന്ന് മാറ്റിയിടണമല്ലോ, നല്ലൊരു വൃത്തി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ രാത്രി ഒന്ന് മേല് കഴുകി ഡ്രസ്സൊക്കെ മാറ്റിട്ടാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ രീതികൾ. പിന്നെ ഞാനിതാ വൈകുന്നേരം നമ്മൾ കുറച്ച് മൈലാഞ്ചി ഊരിയെടുക്കുന്നുണ്ട്, മൈലാഞ്ചി അരക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അരച്ച മൈലാഞ്ചി നഖത്തിൻ്റെ മുകളിലിടണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ പറമ്പിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചീരകളാണെങ്കിൽ കൂടി തന്നെ ചീര, പിന്നെ 2-3-4 ഐറ്റം ചീരയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എന്തും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറമ്പിൽ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഓർക്കാപ്പുളി വെച്ചിട്ട് ഞാൻ നല്ലൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതിൽ ഷെയർ ചെയ്യണില്ല, ഞാൻ ഷോർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓർക്കാപ്പുളി നല്ല പുളിയൊന്നും ഇല്ലാതെ ഒരു കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഓർക്കാപ്പുളി അച്ചാറിടൽ. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പോൾ അത് ഞാൻ ഷോർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കാണുന്നുണ്ട്. അപ്പോൾ നല്ല നമ്മൾ പെരുന്നാൾക്ക് അതാണ് അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ഇടണില്ല. പിന്നെ അതാ കുട്ടികൾ റംബുട്ടാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതവർ പൊട്ടിച്ചെടുക്കുക കേട്ടോ, സ്കൂളിൽ വന്നപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ ചെറിയ ഇത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം റംബുട്ടാൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് കുറച്ച് വൈകിട്ടുണ്ട് റംബുട്ടാൻ കിട്ടാൻ. അപ്പോൾ ആവാനിട്ടാ, എല്ലായിടത്തും അങ്ങനെയാണോന്ന് അറിയില്ല. നമുക്ക് ഈ മാസമല്ല, കഴിഞ്ഞ മാസമൊക്കെ തന്നെ റംബുട്ടാൻ ആയി കിട്ടലുണ്ട്. പ്രാവശ്യം കുറച്ച് വൈകിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിക്കണുണ്ട്. പിന്നെ അതാ മൈലാഞ്ചി ഇട്ടിട്ട് രാത്രിയാണ്. അപ്പോൾ നഖത്തിൻ്റെ മുകളിലൊക്കെ മൈലാഞ്ചി ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ മോള് മൈലാഞ്ചി ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ളൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇമോജിയെങ്കിലും ഇടുക. നിങ്ങളുടെ കമൻസിന് മറുപടി തരാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.